a beautiful name it is. What a beautiful name it is. The name of Jesus Christ my King. ദൈവസഭയുടെ സഭായോഗത്തിലേക്കും ഇപ്പോൾ തുടർന്ന് നടക്കുന്ന വചനഘോഷണത്തിലേക്കും കടന്നു വന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാരംഭമായി എന്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളട്ടെ. സർവശക്തനായ ദൈവം നമ്മെ എല്ലാം ആയിരിക്കുന്നിടങ്ങളിൽ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മഹാകരുണയ്ക്കായിട്ട് ഇന്ന് പകൽ പിന്നെയും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം വായിച്ച ധ്യാനിച്ച സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരാം. 118 സങ്കീർത്തനമാണല്ലോ നാം ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ വായിച്ചത്. ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ ഇത് ആരെഴുതി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അതിന്റെ സന്ദർഭവും അതിന്റെ വാചക ഘടനകളും ഒക്കെയും ദാവീദിനാൽ തന്നെ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് എന്ന് ദൈവദാസന്മാർ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നു. ഇതിന്റെ പ്രാരംഭത്തിലും ഒടുവിലുമായിട്ട് പറയുന്ന വാക്യങ്ങൾക്ക് ചരിത്രത്തിലെ ഒരു സംഭവത്തോട് അഭേദ്യമായ ബന്ധമുണ്ട്. അത് മറ്റൊന്നുമല്ല, എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യെരൂശലേം ദേവാലയം പുതുക്കിപ്പണിയുവാൻ സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ആലയത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച് പുരോഹിതന്മാരെ കാഹളങ്ങളോടും ആസാഫ്യരായ ലേവ്യരെ കൈത്താളങ്ങളോടും കൂടെ നിർത്തിയിട്ട് അവരെന്താണ് പാടിയത്? 11-ാം വാക്യം. 11-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവർ യഹോവയെ, അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തുഘോഷിച്ചു. അപ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ചടങ്ങ് നടന്നപ്പോൾ ദൈവജനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു പാട്ടിന്റെ വരികളാണ് ഈ സങ്കീർത്തനത്തിലെ ആദ്യത്തെ പ്രതിപാദ്യ വാക്യങ്ങൾ. അത് ആരുടെ ചട്ടപ്രകാരമാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം, ദാവീദ് കൊടുത്ത നിയമമായിരുന്നു ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേയും യഹോവയെ സ്തുതിക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ രേഖപ്പെടുത്തിയത്. ദാവീദിന്റെ ചട്ടപ്രകാരം അവര് യഹോവയ്ക്ക് സ്തോത്രം ചെയ്തു. സ്തോത്രം ചെയ്ത് പാടിയത് എന്താണ്? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയിൽ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അതേ വാക്യങ്ങൾ തന്നെ ഇവിടെ സങ്കീർത്തനത്തിൽ എടുത്തു ഓർപ്പിക്കുമ്പോൾ അത് ദാവീദിനാൽ രചിക്കപ്പെട്ടതാണ് എന്ന് ചിന്തിച്ചു പോയാൽ അതിൽ ആർക്കും ഒരു സംശയം പറയുവാൻ കാരണമില്ല. എന്താണ് ഇത്രമാത്രം സ്തുതിക്കാനുള്ള കാരണം? നമുക്കറിയാം, ചില നാളുകളായിട്ട് ബാബിലോണ്യർ വന്ന് യെരൂശലേം ദേവാലയം എല്ലാം നശിപ്പിച്ച് അതെല്ലാം ഇടിഞ്ഞും പൊളിഞ്ഞും തീ വെച്ച് വെന്തും പോയ ഒരവസ്ഥയും, അതേ തുടർന്ന് അവരെ ബാബിലോണിലേക്ക് പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയതും ഒക്കെ നമുക്കറിയാം. പിന്നത്തേതിന് ബാബിലോണിനെ പോലും പേർഷ്യൻ രാജാക്കന്മാരെ കൊണ്ട് ആക്രമിപ്പിച്ച് അവിടെ കോരേശ് എന്ന് പറയുന്ന ഒരു രാജാവ് ആ സർവദേശത്തിനും രാജാവായി ചക്രവർത്തിയായി വരികയും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവം ഒരു ആലോചന കൊടുത്തു. യഹോവ പാർസി രാജാവായ കോരേശിന്റെ മനസ്സിനെ ഉണർത്തിച്ചു എന്നാണ് എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം പ്രാരംഭ വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. അവിടെ വായിക്കുന്നത്: യഹൂദയിലെ യെരൂശലേമിൽ യഹോവയ്ക്ക് ഒരു ആലയം പണിവാൻ
കോരേശിനോട് കൽപ്പിച്ചു. ആര് കൽപ്പിച്ചു? ദൈവമായ യഹോവ കൽപ്പിച്ചു. ബാബിലോന്യ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന സെരുബാബേലിന്റെ നേതൃത്വത്തിൽ പണി ആരംഭിച്ചു. അവർ ആലയത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ അവർ യഹോവയെ അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ ഗാനപ്രതിഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. അതേ വാക്യങ്ങളാണ് നമുക്ക് ഈ 118-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭത്തിൽ കാണുന്നത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗ്രഹം പറയട്ടെ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തന്മാർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. അവരായിരുന്ന ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ, അവരായിരുന്ന അടിമത്വത്തിന്റെ അവസ്ഥയിൽ, അതിൽ നിന്ന് ദൈവം വിശാലത കൊണ്ടുവരുവാൻ വേണ്ടി ലോക സാമ്രാജ്യങ്ങളെ തന്നെ ഇളക്കി മറിച്ച് ദൈവം തന്റെ പദ്ധതി നടപ്പാക്കിയെടുത്ത ഒരനുഗ്രഹിക്കപ്പെട്ട വിവരണമാണ് ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം. ഒരിക്കലും സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യത്തെ നടപ്പാക്കുവാൻ ദൈവത്തിന്റെ പദ്ധതികൾ എങ്ങനെയാണ് എന്ന് ഓർക്കുക. പാർസി രാജാവായ കോരേശ് താന് ഒരു യഹൂദനല്ല, ഒരു ജാതീയനായ രാജാവാണ്. തന്റെ ഹൃദയത്തിലാണ് ദൈവം പ്രേരണ കൊടുത്തത്. എന്താണ് പ്രേരിപ്പിച്ചത്? ജീവനുള്ള ദൈവം, യെരൂശലേമിലെ ദൈവമായ യഹോവയ്ക്ക് ഈ ഭൂമിയിൽ ഒരു ആലയം ഉണ്ടാകണം. അതുകൊണ്ട് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കുന്ന ആരെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അവർ യെരൂശലേമിൽ ഒത്തുകൂടി ആ ദൈവത്തിന് ഒരു ആലയം പണിയണം. അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ഈ ചക്രവർത്തി തിരുമനസ്സുകൊണ്ട് ചെയ്തു കൊള്ളാമെന്ന് താൻ ചെയ്ത വിളംബരം, അതോടുള്ള അനുബന്ധത്തിൽ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്ന ചെറുപ്പക്കാർ അവർ ഒരുമിച്ച് കൂടി ആലയം പണിയുവാൻ ആരംഭിച്ചു. ആലയം പണി ആരംഭിച്ചപ്പോൾ, അതിന്റെ അടിസ്ഥാന കല്ലുകൾ ഇട്ടപ്പോൾ, അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ ജനമെല്ലാം ആർത്തുകൊണ്ട് അത് ഏറ്റുപാടിയ അനുഭവമാണ് നമ്മൾ കണ്ടത്. അവര് പറയുകയാണ്, ഞങ്ങൾ ഞെരുക്കത്തിലായിരുന്നു, ദൈവം ഞങ്ങൾക്ക് വിശാലത വരുത്തി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞെരുക്കത്തിൽ നിന്ന് നമ്മെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഇന്നത്തെ അവസ്ഥ കണ്ട് നീ ഭാരപ്പെടുകയാണെങ്കിൽ, ഇന്നത്തെ അവസ്ഥ കണ്ട് നീ ഉള്ളിൽ ഞരങ്ങുന്നുണ്ടെങ്കിൽ, എനിക്കിന്ന് ഞെരുക്കമാണല്ലോ എന്ന് വിചാരിച്ച് ഉള്ളിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ചരിത്രത്തെ തിരുത്തി കുറിക്കുവാൻ, നിനക്ക് വേണ്ടി രാജാക്കന്മാരുടെ ഹൃദയത്തോട് ഇടപെടുവാൻ, രാജാക്കന്മാരുടെ ഹൃദയത്തെ നീർത്തോട് പോലെ നിനക്ക് വേണ്ടി തിരിക്കുവാൻ കഴിയുന്ന ഒരു രാജാവിനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നതെന്ന് ഇന്ന് തിരിച്ചറിയുന്ന ദൈവജനം ആ ദൈവത്തിൽ എത്രമാത്രം ഉറച്ചു വിശ്വസിക്കണമെന്ന് ഈ വചനങ്ങൾ പിന്നെയും നമ്മെ ഓർപ്പിക്കുകയാണ്. ഏത് വിഷയത്തിലും ദൈവസന്നിധിയിൽ മറുപടിയുണ്ട് എന്ന് വചനം ഓർപ്പിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇന്ന് പകൽക്കാലം വിവരിക്കുവാൻ സാവകാശമില്ല. എന്നാൽ അതിൽ നിന്ന് ദൈവാത്മാവിനെ ഉണർത്തിച്ച ഒരു വാക്യത്തിലേക്ക് ഇന്ന് പകലത്തെ ചിന്ത ചുരുക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിന്റെ 8-ാം വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. 118-ന്റെ 8 നമുക്കൊക്കെയും വളരെ പരിചിതമായ ഒരു വേദവാക്യമാണ്. നാം ഒക്കെ കാണാതിരുന്ന ഒരു ഭാഗമാണത്. എന്താണ്? മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. It is better to trust in the Lord than to put confidence in man. It is better to trust in the Lord than put confidence in man. പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ മക്കൾ അവരൊരിക്കലും ആ രാജാക്കന്മാരിലല്ല ആശ്രയിച്ചത്, മറിച്ച് ദൈവത്തിലാണ് ആശ്രയിച്ചത്. അവർക്ക് പ്രവാചകന്മാരെ ദൈവം ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽപ്പിച്ചു. ആ പ്രവാചകന്മാരിൽ കൂടെ ഇരമ്യാവിലൂടെയും
ഒക്കെ ആലോചന ദൈവം കൊടുത്തു. അവർക്ക് അവിടുന്ന് ഒരു വിടുതലുണ്ട് എന്ന് ദൈവം പ്രവാചകന്മാരിലൂടെ അവർക്ക് ആശ്വാസ വചനങ്ങളെ കൊടുത്തു. അവരതിൽ വിശ്വസിച്ചു. തക്ക സമയത്ത് അവർക്കൊരു ഉദ്ധാരണം കൊടുക്കുവാൻ അവർ സേവിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കേബാർ നദികളുടെ തീരത്ത് അലരി വൃക്ഷങ്ങളുടെ മേൽ അവരുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടുകൊണ്ട് അവർ ദൈവസന്നിധിയില് വ്രതമനുഷ്ഠിച്ചതും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിലേക്ക് നോക്കിയതുമൊക്കെ ചരിത്രത്തിന്റെ ഭാഗങ്ങളാകയാൽ അതിലേക്ക് ഞാൻ കൂടുതൽ വിസ്താരത്തിലേക്ക് കടക്കുന്നില്ല. ആ ജനത്തിന് വിശാലത വരുത്തിയ സംഭവമാണ്. അത് ലഭിച്ച അവൻ ദൈവജനത്തോട് ചേർന്ന് ഇപ്പോൾ ദാവീദ് പറയുകയാണ്. എന്താ പറയുന്നത്? മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. It is better to trust in the Lord than put confidence in a man. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുതെന്ന് ഈ ദാവീദിന്റെ തന്നെ മകനായ ശലോമോൻ സദൃശ്യവാക്യങ്ങൾ എഴുതിയപ്പോൾ അതിന്റെ 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ലീൻ നോട്ട് ഇൻ യുവർ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വന്തമായ വിവേകത്തിൽ ഊന്നാതെ, സ്വന്തം ചിന്തകൾക്ക് ഊന്നൽ കൊടുക്കാതെ, നിന്റെ സ്വന്തം അഭിപ്രായങ്ങളിൽ ആശ്രയിക്കാതെ യഹോവയിൽ നിന്റെ ആവശ്യങ്ങളും പദ്ധതികളും ഒക്കെ സമർപ്പിച്ച് യഹോവയിൽ നിന്ന് ആലോചന പ്രാപിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ദാവീദ് ഇവിടെ ഓർപ്പിക്കുന്നത്. ആമേൻ. അടുത്ത വാക്യം താൻ ഓർപ്പിച്ചത് ഇങ്ങനെയാണ്: പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. It is better to trust in the Lord than put confidence in princes. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പോൾ പ്രഭുക്കന്മാർ ഈ ലോകത്തിലെ ബലവാന്മാരാണ്, ഈ ലോകത്തിലെ സമ്പന്നന്മാരാണ്, ഈ ലോകത്തിലെ അധികാരികളാണ്. രാജാക്കന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് സമ്പത്തുണ്ട്, അവർക്ക് അധികാരമുണ്ട്, അവർക്ക് എന്തും ചെയ്യുവാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ എന്തും ചെയ്യുവാൻ കഴിവുള്ള ഒരു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലതെന്ന് ദാവീദ് ഓർപ്പിക്കുകയാണ്. ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ യഹോവയിൽ ആശ്രയിച്ച് വിടുതൽ കണ്ടത് നമുക്ക് അനുഭവമുള്ളതാണ്. ആ ചരിത്രങ്ങളിലേക്ക് ഇന്ന് പോകുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ ചരിത്ര ഭാഗത്തിൽ നിന്നും ദാവീദിന്റെ ഒരു കൊച്ചു മകനായ ഒരു ആസാ രാജാവിന്റെ അനുഭവത്തിലൂടെ ഈ വാക്യത്തിന്റെ പ്രസക്തി ചരിത്രത്തിലൂടെ, വചനത്തിലൂടെ നിങ്ങളെ ഒന്ന് ഗ്രഹിപ്പിക്കുവാൻ ഞാൻ അല്പസമയം എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് നമുക്ക് ദിനവൃത്താന്ത പുസ്തകങ്ങളിലേക്ക് കടന്നു പോകേണ്ടത് ആവശ്യമാണ്. 2 ദിനവൃത്താന്ത പുസ്തകം, അതിന്റെ 14, 15, 16 അധ്യായങ്ങൾ. I request you to turn with me to the 2nd Chronicles chapter 14, 15 and 16. ഈ വേദഭാഗങ്ങൾ നിങ്ങൾ തുറന്ന് നിങ്ങളുടെ കൈകളിൽ വെക്കുക. അതിലൂടെ ചില ആലോചനകൾ ദൈവത്തിൽ നിന്ന് പകൽക്കാലം എന്റെ കേൾവിക്കാരോട് കൈമാറുവാനുണ്ട്. ആ വിഷയങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ആരാണ് ഈ ആസ? ഞാൻ ഓർപ്പിച്ചതുപോലെ ദാവീദിന്റെ ഒരു കൊച്ചുമകനാണ്. 3-4 തലമുറകൾക്ക് ശേഷം, ദാവീദിനും ശലോമോനും ശേഷം, ആമേൻ, തന്റെ പിതാക്കന്മാരെ പോലെ ഇസ്രായേലിന്റെ രാജ്യത്വത്തിലേക്ക് താൻ രാജ്യത്വം ഏൽക്കുമ്പോൾ ഇസ്രായേൽ 2ആയി വിഭജിക്കപ്പെട്ടു. യൊരബിയാവും രഹബ്യാവിന്റെയും നേതൃത്വത്തില് ഇസ്രായേൽ 2ആക്കപ്പെട്ടു. ഇസ്രായേൽ എന്നും യഹൂദായും എന്ന 2 രാജ്യങ്ങളാക്കി മാറ്റപ്പെട്ടു. അതിൽ യഹൂദായുടെ രാജാവായിട്ട് ഈ ആസ രാജസ്ഥാനം ഏൽക്കുകയാണ്.
14-ാം അധ്യായം നാം വായിക്കുമ്പോൾ അബിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആസ അവന് പകരം രാജാവായി. അവന്റെ കാലത്ത് ദേശത്തിന് 10 സംവത്സരം സ്വസ്ഥതയുണ്ടായി. വലിയ യുദ്ധങ്ങളില്ലാത്ത, പട്ടിണികളില്ലാത്ത, അല്ലെങ്കിൽ ക്ഷാമമില്ലാത്ത ഒരനുഗ്രഹിക്കപ്പെട്ട സ്വസ്ഥതയുടെ, സമാധാനത്തിന്റെ 10 വർഷങ്ങൾ ഈ ആസായുടെ ഭരണത്തിൻ കീഴിൽ ഉണ്ടായി എന്ന് ആ പ്രാരംഭ വാക്യം തന്നെ നമ്മെ ഓർപ്പിക്കുകയാണ്. എന്താണ് ആസായുടെ ഭരണകാലത്ത് സമാധാനം ഇസ്രായേലിൽ ഉണ്ടാകാൻ കാരണം? 2-ാം വാക്യത്തിൽ അതിന്റെ കാരണം ബോധിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, ആസ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവും ആയുള്ളത് ചെയ്തു. And Asa did that which was good and right in the eyes of the Lord his God. ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, അല്ലേ? ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു മനുഷ്യന് സമാധാനവും ആശ്വാസവും ദൈവത്തിൽ നിന്ന് ലഭിക്കുമെന്ന് ആസായുടെ ജീവിതം ഒരു തെളിവാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ആത്മാർത്ഥമായിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, നാം ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? ദൈവത്തെയാണോ നമ്മുടെ ജീവിതം കൊണ്ട് പ്രസാദിപ്പിക്കുന്നത്? നമ്മുടെ നോട്ടം കൊണ്ടും നമ്മുടെ നടപ്പ് കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നാം പ്രസാദിപ്പിക്കുന്നത് ദൈവത്തെയാണോ അതോ നമ്മുടെ സ്വയത്തെയാണോ മറ്റാരെങ്കിലെയും ആണോ എന്ന് നാം ഇന്ന് പകൽക്കാലം ഒരു സ്വയശോധനയ്ക്ക് തയ്യാറാകണം. Whom do we please in our life? For what purpose we do live? നാം ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ആരെ പ്രസാദിപ്പിക്കാനാണ് നമ്മുടെ ജീവിതമെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കുക. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ സകലവും തരാമെന്ന് പറഞ്ഞ സർവശക്തൻ. Seek ye first the kingdom of God and his righteousness എന്നാണ് പുതിയ നിയമത്തിൽ ഇതിന് പരിഭാഷയുള്ളതെങ്കിൽ, പ്രിയ ദൈവമക്കളെ, മുൻപേ അന്വേഷിക്കേണ്ട ഒരു ഇടമുണ്ട്, ആദ്യമേ പ്രസാദിപ്പിക്കേണ്ട ഒരു സ്ഥലമുണ്ട്, ആദ്യമേ പ്രസാദിപ്പിക്കേണ്ട ഒരു വ്യക്തിത്വമുണ്ട്. അത് മറ്റാരുമല്ല, സകലത്തിന്റെയും ഉടയവനും സകലത്തിന്റെയും ലാക്കും സകലത്തിന്റെയും കാരണഭൂതനും സകലത്തിന്റെയും സൃഷ്ടിതാവുമായ സർവശക്തനായ ദൈവത്തെയാണ് നാം പ്രാരംഭമായി പ്രസാദിപ്പിക്കേണ്ടതെന്ന് ദൈവവചനം വളരെ വ്യക്തമായി ഓർമ്മിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതായിരിക്കട്ടെ. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തെ വേർതിരിക്കുമ്പോൾ അതിലൂടെ ദൈവം തരുന്ന നന്മകളാണ് നാം ഇവിടെ വായിച്ചു കേട്ട വിഷയം. ദേശത്തിന് സമാധാനവും സ്വസ്ഥതയും ദൈവം കൊടുത്തു. ദേശത്തിന് മാത്രമല്ല, രാജാവിന്റെ ജീവിതത്തിനും സ്വസ്ഥതയും ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ആസ ദൈവത്തെ പ്രസാദിപ്പിച്ചത്? How did the king Asa please his God? എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചതെന്ന് അടുത്ത വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. The next verses say that, എന്താണ് അവിടെ പറയുന്നത്? അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞ് സ്തംഭ വിഗ്രഹങ്ങൾ ഉടച്ച് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞ് യഹൂദായോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു. അവൻ എല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്ന് പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞ് രാജ്യം അവന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു. അപ്പോൾ ആസാഫ് തന്റെ ജീവിതത്തിൽ മാത്രമല്ല, ആ ദേശത്ത് പോലും ഒരു ശുദ്ധീകരണം വരുത്തുവാൻ ഇറങ്ങിത്തിരിച്ചു എന്നാണ് അവിടെ കാണുന്നത്. ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് താൻ ചെയ്തത് ഒന്നാമതായിട്ട് ആ ദേശത്തെ വിഗ്രഹങ്ങളെയും എല്ലാം ഇല്ലാതാക്കി. വിഗ്രഹങ്ങളെ നീക്കം ചെയ്തു എന്ന് 3-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. He removed all the idols from that country. രണ്ടാമതായി നമ്മൾ കാണുന്നു അതിന്റെ 4-ാം വാക്യത്തിൽ ദൈവത്തിലേക്കും വചനത്തിലേക്കും ജനത്തെ മടക്കി കൊണ്ടുവന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഒന്നാമത്തെ മാർഗം
ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാക്കരുത്. അപ്പോൾ ദൈവത്തെ കൂടാതെ, ജീവനുള്ള ദൈവത്തെ കൂടാതെ ജീവിതത്തിലുള്ള എല്ലാ വിഗ്രഹങ്ങളെയും മാറ്റിക്കളയുവാൻ ശ്രമിക്കുമ്പോഴാണ് നാം ദൈവത്തെ വാസ്തവമായി പ്രസാദിപ്പിക്കുന്നത്. നാം എന്ന് പറയുന്നത് ഒരു വിഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുക. നാം ദൈവത്തിന്റെ റോളിൽ ആകരുത്, അല്ലേ? സ്വയം ദൈവത്തിന്റെ റോളിലാകുമ്പോഴാണ് നമ്മുടെ സെൽഫ് തന്നെ, നാം തന്നെ ദൈവമായി മാറുന്നത്. എപ്പോഴാണ് നാം ദൈവമാകുന്നത്? മുമ്പേ ശലോമോൻ ഓർപ്പിച്ചതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തം വിവേകത്തിലും സ്വന്തം ഐഡിയയിലും സ്വന്തം പ്ലാനുകളിലും നാം ട്രസ്റ്റ് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ we are playing God ourselves. നാം സ്വയം ദൈവത്തെ നമ്മുടെ സ്ഥാനത്താക്കി നമ്മൾ ദൈവമായി മാറുമ്പോൾ ദൈവം പറയുകയാണ്, ഇന്ന് നീ നിനക്ക് തന്നെ ഒരു വിഗ്രഹമായി തീർന്നു. നീ എന്റെ വാക്കല്ല കേൾക്കുന്നത്, മറിച്ച് നിന്റെ വാക്കിനാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ഇത് തന്നെയാണ് ഏദൻ പറുദീസയിൽ നടന്നത്. വാസ്തവമായി അങ്ങനെ എന്ന് ഹവ്വായോട് പിശാച് ചോദിച്ച് അവളുടെ ഹൃദയത്തിലെ സംശയത്തിന്റെ വിത്തിനെ പാകി ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരോധമായി സ്വന്തം ജീവിതത്തിൽ സ്വയമേ തീരുമാനമെടുക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് സ്വയമെന്ന ദൈവത്തെ അവിടെ കുടിയിരുത്തുകയാണ് വാസ്തവത്തിൽ പിശാച് ഏദൻ തോട്ടത്തിൽ ചെയ്തതെന്ന് നാം തിരിച്ചറിയുക. നാം തന്നെയാണ് പലപ്പോഴും നമ്മുടെ ശത്രുക്കളെന്ന് നാം മനസ്സിലാക്കുന്നില്ല. സ്വയം ഒരു വിഗ്രഹമായി തീർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ വിഗ്രഹത്തെ വെട്ടിക്കളയുവാൻ തയ്യാറായാൽ നിനക്ക് ദൈവത്തെ സ്തോത്രം പ്രസാദിപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിലേക്കും വചനത്തിലേക്കും ജനത്തെ മടക്കിക്കൊണ്ടുവന്നു. ആ ദേശത്തില്ലാതിരുന്ന ന്യായപ്രമാണവും ന്യായപ്രമാണ പുസ്തകവും ഒക്കെ ആസാ മടക്കി വരുത്തി അത് വായിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഒക്കെ ജനത്തിന് പ്രചോദനം കൊടുത്ത് വചനത്തിലേക്ക് ജനത്തെ മടക്കിക്കൊണ്ടുവന്നു. അപ്പോൾ രണ്ടാമതായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ട്, ദൈവവചനത്തിലേക്കും ദൈവിക ആരാധനയിലേക്കും മടങ്ങി വരിക എന്നുള്ളതാണ്. Come back to the scriptures or the word of God. ദൈവവചനപ്രകാരം ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമേ എനിക്കും നിങ്ങൾക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ എന്ന് ആസാഫിന്റെ ജീവിതത്തിലൂടെ ആസാഫ് തെളിയിക്കുകയാണ്. മൂന്നാമത്, താൻ ഒരു സത്യ ആരാധന ആ ദേശത്ത് സ്ഥാപിച്ചു. അപ്പോൾ ഒന്നാമത് വിഗ്രഹങ്ങളെ നീക്കി, രണ്ടാമത് വചനത്തിലേക്ക് ജനത്തെ മടക്കിക്കൊണ്ടുവന്നു. സത്യദൈവത്തെ സത്യത്തിനും ആത്മാവിനും ആരാധിക്കുവാൻ ദേശത്ത് സാഹചര്യങ്ങളെ ഒരുക്കി. ഇതെല്ലാം ചെയ്തപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് രാജാവിനും ദേശത്തിനും ജനത്തിനും സ്വസ്ഥത വരുത്തി എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിക്കുന്നു. സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനമെന്ന് പറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ദിവ്യ സമാധാനം കൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയങ്ങളില് ഒരാശ്വാസമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, അതിന് ഷോർട്ട് കട്ടുകളൊന്നുമില്ല. നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരിടമുണ്ട്. അത് മറ്റൊന്നുമല്ല, ജീവനുള്ള സത്യദൈവത്തിന്റെ പാദപീഠത്തിലാണ് നിനക്ക് ആശ്വാസം ലഭിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിലേക്ക് ഇന്ന് പകൽക്കാലം നിന്റെ മനസ്സിനെ ഒന്ന് തിരിക്കുക. എല്ലാം സ്വസ്ഥമായപ്പോൾ ദൈവം ആസായെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഇവിടെയാണ് ആസായുടെ ജീവിതത്തിലെ ഒരു ട്വിസ്റ്റ്. എല്ലാം സ്വസ്ഥമായി. ആസ ഇപ്പൊ നോക്കണം, നല്ല ഭക്തനാണ്, നല്ല ആത്മീക ജീവിതം നയിക്കുന്നവനാണ്. മുന്നിൽ നിന്നുകൊണ്ട് ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവനാണ്. ആത്മീയതയ്ക്ക് വില കൊടുക്കുന്ന, സത്യദൈവ ആരാധനയ്ക്ക് വില കൊടുക്കുന്ന, ആലയത്തിന് വില കൽപ്പിക്കുന്ന,
അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജാവിന്റെ ജീവിതത്തെ ഒന്ന് പരീക്ഷിക്കുവാൻ ദൈവം തീരുമാനമെടുത്തു. എന്താ ഈ പരീക്ഷയ്ക്ക് കാരണം? എല്ലാം സ്വസ്ഥമായിപ്പോ കഴിഞ്ഞ 10 വർഷമായിട്ട് കാര്യങ്ങളൊക്കെ സ്വസ്ഥതയോടെ പോവുകയാണ്. സ്വസ്ഥതയോടും സമാധാനത്തോടും പോകുന്ന ജനത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള അവരുടെ ഇപ്പോഴത്തെ നിലവാരം എന്താണെന്നും അവരുടെ പ്രതികരണം എന്താണെന്നും അറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, എല്ലാം നന്നായി പൊക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ശോധന. അതിന് പിശാചിനെ കുറ്റപ്പെടുത്തരുത്. ദൈവം അനുവദിച്ചുകൊണ്ട് ഇത്തരം ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്നുള്ളത് ആസാ രാജാവിന്റെ ജീവിതം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് ആസായെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി. 10 വർഷം പിന്നിട്ടു. ദേശത്തെല്ലാം സ്വസ്ഥതയാണ്, ഒരു യുദ്ധവും അവിടില്ല. ഇപ്പോഴും അവൻ പണ്ടത്തെ പോലെ എന്റെ സന്നിധിയിൽ നിഷ്കളങ്കനും നിർമ്മലനുമാണോ എന്ന് ഒന്ന് തിരിച്ചറിയണമെന്ന് ദൈവത്തിനൊരാഗ്രഹം. അനുഗ്രഹിക്കപ്പെട്ട ഭക്തനായ ഇയ്യോബിനെ പരീക്ഷിച്ചതുപോലെ തന്നെ ഈ ഭക്തനായ രാജാവിനെ പരീക്ഷിക്കുവാൻ ദൈവം ഒരു പരീക്ഷ കൊടുത്തു. പരീക്ഷിക്കാൻ ദൈവം അയച്ചത് ആരെയാണെന്നറിയാമോ? പരീക്ഷയ്ക്കായിട്ട് ദൈവം നിയോഗിച്ചത് ശത്രുവിനെ തന്നെയാണ്. പലപ്പോഴും എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ദൈവത്തിന്റെ കരങ്ങളിലും ശത്രു ഒരു ആയുധമാണ് എന്ന് തിരിച്ചറിയുക. പ്രത്യക്ഷത്തിൽ നാം കാണുന്നത് ശത്രുവിനെയാണെങ്കിലും ആ ശത്രുവിനെ അയച്ചതിന്റെ പുറകിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ടോ എന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം വാസ്തവത്തിൽ ദൈവഹിതം മനസ്സിലാക്കി നമ്മെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാകുന്നത്. ഓരോ ശോധനയുടെയും ഓരോ പരീക്ഷയുടെയും പിന്നിലുള്ള ദൈവഹിതം എന്നൊന്ന് തിരിച്ചറിയുന്നതാണ് വാസ്തവത്തിൽ ഒരു ഭക്തന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഈ മേഖലയിൽ പലപ്പോഴും ദൈവജനം പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. എവിടെ നിന്നാണ് എനിക്ക് ഈ പരീക്ഷ വന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ഈ പരീക്ഷ വന്നത്? ജീവിതത്തിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ദൈവസന്നിധിയിൽ ഞാൻ നിഷ്കളങ്കനായി നിൽക്കുന്നല്ലോ. എന്റെ അറിവിലും ഓർമ്മയിലും ഞാൻ ദൈവത്തോട് ഒരു പാപവും ചെയ്തില്ലല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് നേരെ ഈ ശത്രു വരുന്നതെന്ന് ഒരു നിമിഷം നീ ചിന്തിച്ചു പോകുന്നെങ്കിൽ നിന്റെ ജീവിതത്തിലെ മനോഭാവം ഇപ്പോൾ എങ്ങനെയാണെന്നും ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ആ പ്രതിബദ്ധത എങ്ങനെയിരിക്കുന്നെന്നും ഇടക്കിടക്കൊന്ന് ആരാഞ്ഞറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ജയി ദൈവം. അതിന് ഒരുപാട് തെളിവുകൾ ദൈവവചനം നമ്മുടെ മുൻപിൽ തരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട ദൈവമൈതൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ് എന്റെ ശോധനയുടെ പുറകിലെ ദൈവോദ്ദേശം എന്ന് തിരിച്ചറിഞ്ഞ് അതിന് എന്നെയും നിങ്ങളെയും കീഴ്പ്പെടുത്തി കൊടുക്കുന്നതാണ് അനുഗ്രഹം ലഭിക്കുവാനുള്ള പണിയെന്ന് ഇന്ന് പകൽ പിന്നെയും ഞാൻ ഓർപ്പിക്കട്ടെ. ഏത് ശത്രുവിനെയാണ് ദൈവം ഇവിടെ ഉപയോഗിച്ചത്? നാം അത് വായിച്ചു വരുമ്പോൾ നാം അതിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നു. 14:9 കൂശ്യനായ സേരഹിനെ 10,00,000 ആളും 300 രഥവുമുള്ള സൈന്യത്തോടുകൂടെ അവരുടെ നേരെ പുറപ്പെട്ടു വരുമാറാക്കി. എത്യോപ്യൻ രാജാവായ സേരഹിനെ ആർക്ക് നേരെ അയച്ചപ്പോൾ ഒന്നും ചെയ്യാതെ സമാധാനത്തോട് സ്വസ്ഥതയോടെ രാജ്യമൊക്കെ എല്ലാം ഭംഗിയായി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേവനൊരു ശത്രു ചുമ്മാതെ കയറി ആക്രമിക്കാൻ വരികയാണ്. ചെറിയ പുള്ളിയൊന്നുമല്ല, 1 മില്യൺ സോൾജിയേഴ്സ് ആണ് അവന്റെ കയ്യിലുള്ളത്. അത് കൂടാതെ 300 രഥങ്ങളും സൈന്യവും. ഇതൊന്നും ഈ പാവം പിടിച്ച ആസായുടെ കയ്യിലില്ല. അവന്റെ കയ്യിൽ രഥങ്ങളോ കുതിരകളോ ഒന്നും ഉള്ളതായിട്ട് അവിടെ പറയുന്നില്ല. അവിടെ സ്തോത്രം 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആസായുടെ കപ്പാസിറ്റി എത്രമാത്രം ഉണ്ടെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറയുകയാണ്, ആസയ്ക്ക് വൻ പരിചയും കുന്തവും എടുത്തവരായി 3,00,000 യഹൂദ്യരും ചെറുപരിച എടുപ്പാനും വില്ലുകുലപ്പാനും പ്രാപ്തരായി.
2,80,000 ബെന്യാമീന്യരും ഉള്ളൊരു സൈന്യം ഉണ്ടായിരുന്നു. അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു. ആട്ടെ, 10 ലക്ഷം വരുന്ന സൈന്യത്തിനെതിരെ പോരാടുവാൻ വെറും അമ്പും വില്ലും കുന്തങ്ങളും മാത്രമുള്ള, അതിന്റെ പകുതി മാത്രം എണ്ണത്തിൽ വരുന്ന 3 ലക്ഷവും 2,80,000 കൂടെ കൂട്ടിയാൽ 5,80,000 സൈന്യത്തിന്റെ ബലമാണ് ആർക്കുള്ളത്? ആസായിക്കുള്ളത്. രഥങ്ങളോ വല്ലോ ഉള്ളതായിട്ടൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ എത്യോപ്യൻ രാജാവിനുള്ളതുപോലെയുള്ള ഒരു സൈന്യബലം ആസായിക്കില്ല. നേർപകുതി ശക്തി അവനുള്ളൂ. ആയുധങ്ങൾ കുറവ്, രഥങ്ങൾ ഒന്നുമില്ല. ഈ മഹാസൈന്യത്തോട് എങ്ങനെ പോരാടും? ദൈവമേ, എന്തിനാ ഇത്രയ്ക്കൊരു പരീക്ഷ? സ്തോത്രം. എന്നാൽ ഈ വെല്ലുവിളിയുടെ മുൻപിൽ ആസ പകച്ചു നിന്നില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ അതിനെ നേരിടുകയാണ് ചെയ്യുന്നതല്ലാതെ അത് കണ്ട് ഭയപ്പെട്ട് ദൈവത്തോട് പിറുപിറുത്ത് ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുന്ന അനുഭവമല്ല ഭക്തന്മാർക്കുള്ളതെന്ന് ആസയുടെ ജീവിതം നമ്മെ ഓർമ്മിക്കുകയാണ്. ആസ അവന്റെ നേരെ പുറപ്പെട്ടു എന്നാണ് 10-ാം വാക്യം പറയുന്നത്. പുറപ്പെട്ടു ചെന്നിട്ട് എന്താ ചെയ്തത്? അവൻ മാരേശായിക്ക് സമീപം സെഫ താഴ്വരയിൽ പടയ്ക്ക് അണിനിരത്തി. താഴ്വരയില് 2 സൈന്യങ്ങൾ തമ്മിൽ മുഖാമുഖം വന്നു നിന്നു. പടയ്ക്ക് കോപ്പുകൂട്ടി യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിച്ച് 2 പടകളും നേരെ നിന്നു. ഇനിയുമാണ് ഭക്തന്റെ ജീവിതത്തിലെ ഒരു പ്രധാന സന്ദർഭം അവിടെ കാണുന്നത്. അതിന്റെ 11-ാം വാക്യം നാം ശ്രദ്ധിക്കണം. അതിങ്ങനെയാണ് പറയുന്നത്: ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം. മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുത് എന്ന് പറഞ്ഞു. ആ ലാസ്റ്റ് ഭാഗം വളരെ ശ്രദ്ധേയമാണ്. അവിടെ യുദ്ധം മുഴുവൻ ആസാഫ് ദൈവത്തിന്റെ പേരിൽ അങ്ങ് മാറ്റി. ആസ ഇപ്പൊ പറയുന്നത് യുദ്ധം എനിക്ക് നേരെയല്ല, മറിച്ച് നിന്റെ നേരെയാണ്. കാരണം ഞാൻ നിന്റെ വകയാണ്. ഈ സാധാരണ മനുഷ്യൻ നിന്ദിക്കാൻ ശ്രമിക്കുന്നത് എന്നെ അല്ല, മഹാദൈവമേ അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങ് ഈ വിഷയത്തിൽ ഇടപെടണം. തന്റെ വാക്യത്തിന്റെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. നമുക്കൊക്കെ വളരെ കാണാതെ അറിയാവുന്ന ഒരു വേദഭാഗമാണ്. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനന് വേണ്ടി ഇറങ്ങി വന്ന് പ്രതിക്രിയ നടത്തി ബലഹീനനെ സഹായിക്കുന്ന ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് ആസാഫ് അപേക്ഷിക്കുകയാണ്. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തൊരു ഭക്തനുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എത്രയോ പ്രാവശ്യം നമ്മെക്കാട്ടിൽ ബലവാന്മാരായ ശത്രുവിനെ, എത്രയോ പ്രാവശ്യം നമ്മെക്കാട്ടിൽ ശക്തനായ ശത്രുവിനെ നേരിടുവാൻ നാം കഴിയാതിരുന്നപ്പോൾ അവന്റെ മേൽ എങ്ങനെ ജയമെടുക്കുമെന്ന് നാം വേവലാതിപ്പെട്ടിരുന്നപ്പോൾ ആമേൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സന്മുഖത്തു നിന്ന് നമുക്ക് വിജയം തന്ന് നമ്മെ നടത്തിയ ദൈവത്തിന്റെ നടത്തിപ്പുകളെ ഓർക്കുമ്പോൾ ഈ വാക്യം എത്ര അന്വർത്ഥമാണ് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. നമ്മുടെ ശത്രുവാരാണ്? നമ്മെക്കാട്ടിൽ എത്രയോ പ്രബലനാണ്. വെറും 10, 12, 15, 20, 30 വർഷത്തെ ആത്മീയ പാരമ്പര്യമുള്ള, ആത്മീയ എക്സ്പീരിയൻസ് ഉള്ള
നാം പോരാടുന്നത് 6000-ഓളം വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ശത്രുവിനോടും അവന്റെ സൈന്യത്തോടുമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ യുദ്ധത്തിൽ നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ആസായെ പോലെ നമുക്കും തിരിച്ചറിവ് ആവശ്യമാണ്. നമ്മുടെ ശത്രുവിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് അവനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തോട് ബലഹീനൻ പ്രാർത്ഥിക്കുമ്പോൾ ബലവാനായ സർവശക്തനായ സർവശക്തന്റെ ശക്തി നിന്നോട് കൂടെ വ്യാപരിച്ച് ശത്രുവിന്റെ മേൽ നിനക്ക് ജയം തരുന്ന ഹല്ലേലൂയ ബലഹീനനെ വിടുവിച്ച് ജയം കൊടുക്കുന്ന ബലവാനായ ദൈവത്തെ ഇന്ന് പകൽക്കാലം നന്ദിയോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തും. ആശ്രയിച്ചത് ആ ദൈവത്തിലാണ്. നെടുമ്പാട് വീട് കരഞ്ഞു, ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, സൈന്യങ്ങൾ തമ്മിൽ മുഖാമുഖം നിൽക്കുകയാണ്. കുന്തമെടുത്ത് യുദ്ധം ചെയ്യുവാനല്ല ആസ പോയത്. സൈന്യത്തെ അണനിരുത്തിയിട്ട് ആ സൈന്യത്തിന്റെ പുറകിൽ ഒരു പക്ഷെങ്കിൽ ഒരു കൂടാരത്തിൽ ആസ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീടുകളും പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവത്തിന് ചലിക്കാതിരിക്കാൻ കഴിയില്ല. എത്ര വല്ല ശത്രു നിന്റെ നേരെ പാളയമിറങ്ങിയാലും സൈന്യങ്ങളുടെ അധിപനായ യഹോവയായ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിന്നെ വിടുവിക്കുമെന്ന് ആസായുടെ ആശ്രയബോധം അവന്റെ പ്രാർത്ഥന തെളിയിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ ആസ പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഇൻ യു വി ട്രസ്റ്റ്. ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. നമ്മുടെ വാക്യത്തിന്റെ കുറിവാക്യത്തിന്റെ തലക്കെട്ടും അത് തന്നെയാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇത് നല്ലവണ്ണം തിരിച്ചറിയാവുന്ന ആസ ആമേൻ യഹോവയിൽ തന്നെ ആശ്രയിച്ചു. എന്താണ് അതുകൊണ്ട് സംഭവിച്ചത് നമുക്കറിയാം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പിന്നത്തേതിന് ആ എത്യോപ്യൻ രാജാവിന്റെ സൈന്യത്തെ മുഴുവൻ യഹോവ ആസായുടെയും 12-ാം വാക്യം, യഹോവ ആസായുടെയും യഹൂദ്യരുടെയും മുമ്പിൽ കൂശ്യരെ തോൽക്കുമാറാക്കി. കൂശ്യർ ഓടിപ്പോയി. നോക്കണേ, 10 ലക്ഷം വരുന്ന സൈന്യം വെറും 5 ലക്ഷം ആയുധങ്ങളില്ലാത്ത വെറും നിസ്സാരന്മാരായ സൈന്യത്തിന്റെ മുൻപില് ഓടി ഒളിക്കേണ്ട ഗതികേടുണ്ടായെങ്കിൽ എന്റെയും നിന്റെയും ശത്രുവിനെ ഓടി തോൽപ്പിക്കുമാറാക്കുന്ന ഒരു ദൈവശക്തിയാണ് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന് വേണ്ടി ആമേൻ വ്യാപരിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയുക. ഞാനും നിങ്ങളും ആശ്രയിക്കുന്നത് ആരെയാണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക. അവിടെ പറയുന്നു, അവന്റെ സൈന്യത്തിന്റെയും മുമ്പാകെ നശിച്ചു പോയി. അവർ വളരെ കവർച്ചയും എടുത്തുകൊണ്ട് പോന്നു. അവരെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, ഹല്ലേലൂയ, അവരെ തോൽപ്പിച്ച് അവരെ കൊള്ളയിട്ട് അവർക്കുള്ളതെല്ലാം ആമേൻ സ്തോത്രം കൊള്ളയിട്ടുകൊണ്ട് ധനികന്മാരായി ജയാളികളായി അവർ മടങ്ങി വന്നു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിക്കുകയാണ്. ആസ ദൈവത്തിൽ ആശ്രയിച്ചു. ആമേൻ. ആസ പ്രാർത്ഥിച്ചു, യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കും. പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ആമേൻ ദയാളികളായി നിൽക്കുന്ന ഭക്തനായ രാജാവിന്റെ അടുക്കൽ പ്രവാചകനെയാണ് ദൈവം അയച്ചത്. നിങ്ങൾക്കൊക്കെയും എന്നെ കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും കാരണത്താൽ സ്തോത്രം വീഡിയോ കിട്ടുന്നില്ലെങ്കിലും ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമല്ലോ. ശ്രദ്ധയോടെ ഇരുന്നാണ് സ്തോത്രം. 15-ാം അധ്യായത്തിലേക്ക് വന്നാണ്. ആമേൻ. 2 ദിനവൃത്താന്തം ആമേൻ 15-ാം അധ്യായം. ഇവിടെ എന്താണ് നാം കാണുന്നത്? അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ. അനന്തരം ദാവീദിന്റെ മകനായ അസരിയാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവൻ ആസായെ എതിരേറ്റ് അവനോട് പറഞ്ഞത് എന്തെന്നാൽ, ആസായും
എല്ലാ യഹൂദരും ബെന്യാമീന്യരുമായുള്ളവരെ എന്റെ വാക്ക് കേൾക്കുകയും നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നു എങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നു എങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെ ഒരു പ്രവാചകനെ ഇപ്പോൾ ആസായുടെ ഭവനത്തിലേക്ക് അയക്കേണ്ടതിന്റെ ആവശ്യമുണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് ജയമെടുത്ത് നിൽക്കുന്ന ഒരു ഭക്തന്റെ മുൻപിൽ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസന്റെ മുൻപിൽ, ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലിന്റെ മുന്നിലോട്ട് ഇപ്പോൾ ഒരു പ്രവാചകനെ അയച്ച് ഒരു ദൂത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എന്താണ് ആ ദൂതിന്റെ ലക്ഷ്യം? ആ ദൂതിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. 15-ാം അധ്യായം 2-ാം വാക്യം, അതിന്റെ അവസാന ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം. ആ വാക്യം ശ്രദ്ധേയമാണ്. As long as you stay with God. And he went out to meet Asa. The Lord is with you while ye be with him. If you are with God, God will be with you. എല്ലാം അനുഗ്രഹിക്കപ്പെട്ട, എല്ലാം സമാധാനത്തോടെ, എല്ലാം നന്നായി ഭക്തിയോടെ, ആരാധനയോടെ, വേർപാടോടെ, വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുന്ന ദൈവജനത്തോട്, ദൈവസഭയോട് ദൈവാത്മാവിന്റെ ഒരു ദൂത് അറിയിക്കാറുണ്ട്. എന്താണ് ദൂത്? ഒരു വാണിംഗ് കൊടുക്കുന്നത്. ഈ വാണിംഗിന്റെ ലക്ഷ്യം, നിനക്ക് സ്വസ്ഥത ലഭിച്ചു, നിനക്ക് വിജയം ലഭിച്ചു, നിനക്ക് വലിയ ശത്രുവിന്റെ മേൽ ജയമൊക്കെ ലഭിച്ചു, നിനക്ക് വലിയ കൊള്ള കിട്ടി, നിനക്ക് ഒത്തിരി സമ്പത്ത് ഇപ്പോൾ ലഭിച്ചു, നീ വളരെ സമ്പന്നനായിരിക്കുന്നു. ഈ സമ്പത്തിലും ഈ സമാധാനത്തിലും ഈ സന്തോഷത്തിലും നീ മതിമറന്ന് ദൈവത്തെ മറന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് നിന്റെ മുൻപിലേക്ക് ഒരു പ്രവാചകനെ അയച്ച് ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്: ഹല്ലേലൂയ, നിങ്ങളെ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം. വാക്ക് ശ്രദ്ധേയമാ. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം, as long as you will be with God, ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. കണ്ടീഷനിലാണ് ദൈവത്തിന്റെ അനുഗ്രഹം. ദൈവം തന്ന നന്മകളും അനുഗ്രഹങ്ങളും എന്നേക്കും നിലനിൽക്കുമെന്ന് ആരും തെറ്റിദ്ധരിച്ചു കളയരുത്. ഇതൊക്കെ കണ്ടീഷനിലാണ്. ഒറ്റ കണ്ടീഷനെ അതിന്റെ പിന്നിലുള്ളൂ. എത്ര അനുഗ്രഹം ലഭിച്ചാലും, എത്ര നന്മ ലഭിച്ചാലും, എത്ര സ്വസ്ഥത ലഭിച്ചാലും, എത്ര സന്തോഷം ലഭിച്ചാലും നീ ദൈവത്തെ മറന്നു കളയത്തില്ലെന്ന്, നീ ദൈവത്തെ ഉപേക്ഷിക്കത്തില്ലെന്ന് നീ തീരുമാനിക്കുന്നിടത്തോളം കാലം ദൈവം നിനക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെ നിന്നോട് കൂടെ തന്നെ ഇരിക്കും. അത് മറന്നു കളഞ്ഞാൽ, ദൈവത്തെ ഉപേക്ഷിച്ചാൽ ദൈവവും നിന്നെ ഉപേക്ഷിക്കുമെന്ന് ദൈവം ആലോചന കൊടുക്കുകയാണ്. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. God will forsake you if you will forsake him. So do not forsake the God. സ്തോത്രം. എപ്പോഴാണ് ദൈവത്തെ ഉപേക്ഷിച്ചു കളയാൻ സാധ്യതയുള്ളത്? വളരെ സിമ്പിളാ. ദൈവത്തെ സാധാരണ നമ്മൾ അന്വേഷിക്കുന്നത് എപ്പോഴാ? ശത്രു വരുമ്പോഴാ, പ്രശ്നം വരുമ്പോഴാ, പ്രയാസം ഉണ്ടാകുമ്പോഴാ. എല്ലാം നന്നായിരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കാൻ നമുക്ക് മനസ്സ് വരാറില്ല. അത് തന്നെയാണ് ഇവിടെ പ്രവാചകനെ അയച്ച് ദൈവം ഓർപ്പിച്ചത്. എല്ലാം നന്നായിരിക്കുമ്പോൾ ലഭിക്കുന്ന ദൂതുകൾ ഒന്നുകൂടെ കുറിക്കൊണ്ടുകൊള്ളണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, വരാനിരിക്കുന്ന ചില ഭവിഷ്യത്തുകളെ, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചില ആത്മീയതയുടെ താഴ്ചകളെ മുൻകൂട്ടി ഓർപ്പിക്കാനാണ് പ്രവാചകനെ ഇത്തരണത്തിൽ ദൈവം അയച്ചത്. സ്തോത്രം. വാണിംഗ് കൊടുത്തു. 15:2 നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. സ്വസ്ഥതയുടെ സുഖലോലുപതയിൽ മയങ്ങി ദൈവത്തെ മറന്നു കളയാതിരിക്കാൻ ദൈവം വാണിംഗ് കൊടുത്തു.
കാരണം ദൈവത്തെ മറക്കാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിന് അറിയാം, അല്ലേ? മറന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു മർമ്മം പറഞ്ഞു മുന്നോട്ട് പോകട്ടെ. ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഏതെങ്കിലും ക്ലേശമോ ബുദ്ധിമുട്ടോ ദൈവത്തെ മറന്നുപോയത് കൊണ്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ടും ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം ജീവിതത്തിൽ കൊടുക്കാഞ്ഞത് കൊണ്ടുമാണോ എന്ന് ഒന്ന് ശോധന ചെയ്ത് ഒന്ന് മടങ്ങി വരാൻ ഇന്ന് പകൽ മനസ്സ് വെച്ചാൽ പണ്ടത്തെ പോലൊരു നല്ല കാലം നിന്റെ ജീവിതത്തിൽ തന്ന് പിന്നെയും നിന്നെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ആലോചന ഏറ്റെടുക്കുന്ന ദൈവജനത്തിന് വിടുതലാണെന്ന് ദൈവാത്മാവിൽ ഓർപ്പിക്കട്ടെ. വീണ്ടും ദൈവം ആസായെ പരീക്ഷിച്ചു, അല്ലേ? ആലോചനയൊക്കെ കൊടുത്തു. കാലം കുറെ കടന്നുപോയി. 15-ാം അധ്യായത്തിന്റെ അവസാന വാക്യം, അതിന്റെ 19-ാം വാക്യം ഇങ്ങനെയാണ് വായിച്ച് അവസാനിപ്പിക്കുന്നത്. ആസായുടെ വാഴ്ചയുടെ 35-ാം സംവത്സരം വരെ പിന്നെ യുദ്ധമുണ്ടായില്ല. അപ്പോൾ in total 35 years of his rule there was no war in his country. 35 നീണ്ട വർഷം ദൈവം ഒരു യുദ്ധമില്ലാതെ ഭക്തനെ രാജാവായിട്ടുള്ള സ്ഥാനത്തിരുന്നു. എന്താ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഴ്ച! എന്താ കാരണം? ദൈവമുഖത്തേക്ക് നോക്കിയ രാജാവ്, വിഗ്രഹാരാധന അവസാനിപ്പിച്ച രാജാവ്, ജനത്തെ വചനത്തിലേക്ക് മടക്കിക്കൊണ്ട വന്ന രാജാവ്, ആവശ്യഘട്ടങ്ങളിൽ ദൈവമുഖത്ത് മാത്രം ആശ്രയിക്കുന്ന ഒരു രാജാവ്, എത്ര വലിയ സൈന്യം വന്നാലും തന്റെ സൈന്യത്തിൽ ആശ്രയിക്കാതെ ബലവാനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുഖത്തേക്ക് മാത്രം നോക്കി ദൈവത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുന്ന ആശ്രയബോധമുള്ള ഒരു രാജാവ്. അങ്ങനെയുള്ളവന്റെ ജീവിതത്തിൽ കഴിഞ്ഞ 35 വർഷവും ഒരു പ്രയാസവും ഉണ്ടായില്ല. ഇടയ്ക്ക് പരീക്ഷ വന്നെങ്കിലും ആ പരീക്ഷയിൽ ആസ ജയിച്ചതാണ്. ഇത്രയും നീണ്ട ഒരു സംവത്സരം ആസായിക്ക് പ്രതിസന്ധി ഇല്ലാതെ പോയതെന്ന് നാം തിരിച്ചറിയണം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും എല്ലാം നന്നായി പൊക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം തരുന്ന ചെറിയ ചെറിയ ശോധനകൾ അത് ദൈവം നമ്മെ പരീക്ഷിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നമ്മൾ ജയാളികളായി നിന്നാൽ നമ്മുടെ അനുഗ്രഹങ്ങളൊന്നും ദൈവം എടുത്തു കളയത്തില്ല, നമ്മുടെ നന്മകളെ ഒന്നും ദൈവം മാറ്റിക്കളയത്തില്ല. അതിൽ നിലനിൽക്കുന്നവനെയാണ് ദൈവം അവൻ അനുഗ്രഹത്തിൽ തുടരുവാൻ അനുവദിക്കുന്നത്. നീണ്ട 35 വർഷത്തിന് ശേഷം ആസായെ വീണ്ടും ഒന്ന് പരീക്ഷിക്കുവാൻ ദൈവത്തിന് ഹിതമായി. അപ്പൊ ചിലപ്പോ ചോദിക്കും, കർത്താവിന് വേറെ പണിയൊന്നുമില്ലയോ? ഇടയ്ക്കിടയ്ക്ക് എന്തിനെങ്കിലും ഭക്തന്മാരെ പരീക്ഷിക്കുന്നത്? അങ്ങനെയാണെന്നേ. ഹബീൽ തന്റെ സ്വന്തം പുത്രനെ പോലും പരീക്ഷിച്ച് ജയിച്ചിട്ട ശുശ്രൂഷ ഏൽപ്പിച്ചതെങ്കിൽ ഞാനും നിങ്ങളും ഈ ഭൂമിയില് ദൈവമക്കളായി ജീവിക്കുമ്പോൾ വാസ്തവമായി ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി നിത്യതയ്ക്ക് യോഗ്യരായി ജീവിക്കുന്നോ ഇല്ലയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് എന്റെയും നിന്റെയും ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ നിനക്കുള്ള മനോഭാവത്തെ തിരിച്ചറിയാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പിന്നെയും 16-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ മറ്റൊരു ശത്രുവിനെ അവിടെ വിടുന്നത്. ഈ ഭാഗം ആമീൻ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. ഇവിടെയാണ് ആസായുടെ ജീവിതത്തിൽ വന്ന ഒരു പരാജയം. ആമീൻ നമുക്കിന്ന് കുറിക്കൊള്ളേണ്ട ഭാഗവും അത് തന്നെയാണ്. ഇവിടെ വായിക്കുന്നു 16-ാം അധ്യായം 1-ാം വാക്യം. ആസായുടെ വാഴ്ചയുടെ 36-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ബയശ യഹൂദയ്ക്ക് നേരെ വന്നു. യഹൂദ രാജാവായ ആസായുടെ അടുക്കൽ വലത്തുപോക്ക് ആരെയും സമ്മതിക്കാതെ വണ്ണം രാമയെ പണിതുറപ്പിച്ചു. അപ്പോൾ എന്താണ് ഇവിടെ വലത്തുപോക്ക്? ആമേൻ പ്രവാചകന്മാർ പറയുന്ന വലത്തുപോക്കല്ലിത്. ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെയാണ്. വരാനും പോകാനുമുള്ള വഴി. ആമേൻ the main route of supply chain which used to come to Yehuda, അല്ലെങ്കിൽ ഇസ്രായേലിനകത്തുകൂടെ വേണം
യഹൂദയിലേക്ക് ധാന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ കടത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രധാന വഴി ഈ രാമ പട്ടണത്തിലൂടെയാണ് യഹൂദ ദേശത്തിലേക്ക് കടക്കുന്നത്. നാം ഓർക്കണം, മുമ്പ് ഇത് രണ്ടും ഒരു രാജ്യമായിരുന്നു. അത് രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ റോഡുകളൊക്കെ പഴയത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ രാജാവായ ബാഷായിക്ക്, ഇംഗ്ലീഷിൽ ബാഷ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ബാഷായിക്ക് ഇപ്പോൾ ഒരു ആലോചന എന്താണ്? ഈ യഹൂദായുടെ ആഹാരം ഒന്ന് മുട്ടിക്കണം, അവന്റെ സപ്ലൈ ഒക്കെ ഒന്ന് ഇല്ലാതാക്കണം, അങ്ങോട്ടാരും പോകരുത്, അവിടുന്ന് ആരും പുറത്തും പോകരുത്, അവന്റെ വലത്തുപോക്ക് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിംഗ് മെത്തേഡ്സ് എല്ലാം ബ്ലോക്ക് ചെയ്തു. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവന്റെ ദേശത്തിന് എന്തോ വരുത്തി, ഉപരോധം വരുത്തി. ഉപരോധം, റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു മൂവ്മെന്റിന്. അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ കൊറോണ ഭാഷയിൽ പറഞ്ഞാൽ യഹൂദ ദേശത്തെ ക്വാറന്റൈനിലാക്കി, പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ബ്ലോക്ക് ചെയ്തു. ആ ബ്ലോക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആസ ചെയ്തത് എന്താണെന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട വിഷയം. രണ്ടാം വാക്യം, അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെയും, കേട്ടപ്പോൾ നമുക്ക് തോന്നിക്കാണും യഹോവയുടെ ആലയത്തിൽ ചെന്ന് നെടുമ്പാട് വീട് കരഞ്ഞെന്ന്. അല്ല, അതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ അതിനല്ല ആസ ആലയത്തിലോട്ട് പോയത്. ആലയത്തിൽ ചെന്നിട്ട് അവൻ ആലയത്തിലെയും രാജധാനിയിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നും എടുത്ത് ദമ്മശ്കേക്കിൽ വസിച്ച ആരാം രാജാവായ ബെൻഹദദിന് കൊടുത്തയച്ചു. ഞാൻ ചുരുക്കി ആ വിഷയം അങ്ങ് പറയും. ഇപ്പോൾ പ്രതിസന്ധി വന്നപ്പോൾ, പണ്ട് 1 മില്യൺ സൈന്യവുമായിട്ട് ഒരുത്തൻ വന്നത്, അന്ന് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണു. ഇന്നീ വന്ന പുള്ളിക്ക് എത്യോപ്യൻ രാജാവിനെ പോലെ, സേനകിനെ പോലുള്ള ശക്തിയൊന്നും ഉള്ളവനല്ല. അവന് വലിയ ബലമുള്ളവനൊന്നുമല്ല. അവൻ വലിയ സൈന്യവുമായിട്ടുമല്ല വന്നത്. ആകപ്പാടെ ചെയ്തത് അങ്ങോട്ട് വരുന്ന റോഡൊന്ന് ബ്ലോക്ക് ചെയ്തു. ഈ റോഡ് ബ്ലോക്ക് ചെയ്തപ്പോഴത്തേക്ക് വേണമെങ്കിൽ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇതിനൊന്നും ആലോചന ചോദിച്ചില്ല. 10 ലക്ഷത്തിന്റെ സൈന്യം നേരെ വന്നപ്പോൾ സൈന്യവുമായിട്ട് അവരെ നേരിടാൻ പോയ ആസ ഇപ്പോൾ സൈന്യത്തെ പോലും അങ്ങോട്ട് അയച്ചില്ല. അതിനു പകരം അവന്റെ സ്വന്തം ബുദ്ധിയിൽ ചില പദ്ധതികൾ ആവിഷ്കരിച്ചു. എന്താണ് ആവിഷ്കരിച്ചത്? ഒരു കൈക്കൂലിയുടെ മാർഗം, ഒരു ബ്രൈബറിയുടെ മാർഗം. താൻ തന്നെക്കാട്ടിൽ ബലവാനായ സിറിയൻ രാജാവായ ബെൻഹദദിന്റെ അടുക്കൽ കുറെ സമ്പത്ത് കൊടുത്തയച്ചു. അല്ലേ? ഒന്ന്, ആലയത്തിലെ സമ്പത്ത്, രാജ ഭണ്ഡാരത്തിലുള്ള റിസർവായിട്ട് വെച്ചിരിക്കുന്ന എല്ലാ സമ്പത്തും. രാജകൊട്ടാരത്തിലെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ രാജ്ഞിയുടെ കയ്യേലും കഴുത്തേലും കിടന്ന മാലയും വളയും വജ്രമോതിരങ്ങളും ഒക്കെ വരെ ഒരു പക്ഷെങ്കിൽ ഊരി മേടിച്ചു കാണും. എല്ലാം കൊണ്ട് പണയം വെച്ചു. ആരുടെ കയ്യിൽ? മറ്റൊരു ശത്രു രാജാവിന്റെ കയ്യിൽ. എന്നിട്ട് അവനോട് പറഞ്ഞു വിട്ടൊരു ദൂതുണ്ട്, എന്റെ പിതാവും നിന്റെ പിതാവും തമ്മിൽ സഖ്യമായിരുന്നത് പോലെ നമുക്ക് തമ്മിൽ പിന്നെയും സഖ്യത്തോടെ ആയിരിക്കാം. എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. യെരൂശലേം ഇസ്രായേൽ രാജാവായ ബാഷ എന്റെ മാർഗത്തിന് തടസ്സമുണ്ടാക്കുന്നു. നീ അവനെ ഒന്ന് തോൽപ്പിച്ച് എനിക്ക് ഈ വിഷയത്തിനൊരു പരിഹാരം തരണമെന്ന് മാനുഷിക ബുദ്ധിയിൽ മനുഷ്യനെ ആശ്രയിച്ച്, രാജാവിൽ ആശ്രയിച്ച്, പ്രഭുക്കന്മാരിൽ ആശ്രയിച്ച്, കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുന്ന ഒരാശയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത്. ആസായെ,
നിന്റെ പണ്ടത്തെ അനുഭവം എവിടെ പോയി? പണ്ട് നിനക്ക് ഇതിനും വലിയ പ്രതിസന്ധി വന്നപ്പോൾ നീ ആശ്രയിച്ച ദൈവം ഇപ്പോൾ എവിടെ? ആ ദൈവത്തിന്റെ സന്നിധിയിൽ വീഴുന്നതിന് പകരം നിന്റെ ബുദ്ധിക്ക് നീ തന്നെ ദൈവത്തെ ദൈവമായി ചമഞ്ഞ് നിന്റെ സമ്പത്ത് കൊണ്ട് നീ ഇന്ന് നിന്റെ വിഷയത്തിന് പരിഹാരം വരുത്താമെന്ന് നീ ശ്രമിക്കുമ്പോൾ ദൈവം അത് കണ്ടുകൊണ്ടിരിക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത. എന്താണ് പ്രിയ ദൈവമക്കളെ മനുഷ്യനിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവത്തിന് നിന്റെ വിഷയത്തെ വിട്ടുകൊടുക്കുന്നതിന് പകരം ഞാൻ തന്നെ എന്റെ വിഷയത്തെ നോക്കിക്കൊള്ളാമെന്ന് അഹങ്കാരത്തോട് ദൈവത്തോട് പറയുന്ന വാക്കുകളാണ്. ഞാൻ നിങ്ങളും നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതെന്ന് നാം തിരിച്ചറിയുക. ദൈവമക്കൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം ഏതൊരു വിഷയത്തിലും ഇറങ്ങിത്തിരിക്കുവാൻ. അല്ലാത്ത പക്ഷം നീ ദൈവത്തിന് വിരോധമായിട്ടാണ് ആലോചന സ്വരൂപിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം ഈ ആസയുടെ ജീവിതം നമ്മോട് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ഇപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ആസ ആശ്രയിച്ചത് പൊന്നിലും വെള്ളിയിലുമാണ്. ആശ്രയം മാറാനുള്ള ഒരു കാരണം നോക്കിക്കേ. ഇപ്പം അവന്റെ കയ്യില് ഇഷ്ടം പോലെ പൊന്നും വെള്ളിയുമുണ്ട്. അതില്ലാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് ദൈവത്തിൽ ആശ്രയിക്കാൻ അവന് മടിയില്ലായിരുന്നു. ഇത് തന്നെയല്ലേ എന്റെയും നിങ്ങളുടെയും അനുഭവം. ഒന്നുമില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. സമ്പത്ത് കൊണ്ടും ബലം കൊണ്ടും ആൾപ്പെരുപ്പം കൊണ്ടും ഒന്നും സാധിക്കാൻ കഴിയാത്ത ഒരു കാലം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നു. ദൈവസഭയ്ക്കുണ്ടായിരുന്നു, പെന്തക്കോസ്ത് സമൂഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സമ്പത്ത് വർദ്ധിച്ചു, പൊന്നുണ്ട്, വെള്ളിയുണ്ട്. ആമേൻ. അത് കൊടുത്ത് ഞാനും നിങ്ങളും വിഷയങ്ങൾക്ക് പരിഹാരം വരുത്താമെന്ന് ചിന്തിച്ചാൽ ദൈവം അത് കണ്ടുകൊണ്ട് നിൽക്കില്ല. അതിന്റെ പരിണത ഫലങ്ങൾ അത് വളരെ ഭയാനകമായിരിക്കുമെന്ന് ആസയുടെ ജീവിതം നമ്മോട് പറയുകയാണ്. സിറിയൻ രാജാവായ ബെൻഹദദിന് കൈക്കൂലി കൊടുത്ത് മറ്റൊരു രാജാവിൽ ആശ്രയിച്ചു. ആമേൻ. 16:7 വായിക്കുന്നു, ദൈവം മറ്റൊരു പ്രവാചകനെ അയച്ചു. നോക്കിക്കേ ദൈവത്തിന്റെ പദ്ധതികൾ. ദൈവം വേറൊരു പ്രവാചകനെ അയക്കുകയാണ്. 16:7 ആ കാലത്ത് ദർശകനായ ഹനാനി യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത് എന്തെന്നാൽ, നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ ആരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് ആരാം രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. എന്താണ് ആ വാക്ക്? നമ്മെ അതിന്റെ 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. അതിന്റെ 9-ാം വാക്യം, ഈ വാക്യവും നമ്മൾ പലപ്പോഴും കാണാതെ പറയുന്ന ഒരു വേദഭാഗമാണ്. തങ്കൽ അല്ലെ യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ഇനിയും നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. For the eyes of the Lord run to and fro throughout the whole earth to shew himself strong in the behalf of them whose heart is perfect towards him. Herein thou hast done foolishly, therefore from henceforth thou shalt have wars. നോക്കിക്കേ, ആരാം രാജാവിൽ ആശ്രയിച്ചതുകൊണ്ട്, തന്നെക്കാട്ടിൽ ബലവാനെന്ന് തനിക്ക് തോന്നിയ ഒരു രാജാവിൽ ആശ്രയിച്ചതുകൊണ്ട് ഈ ആസായുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്? മനുഷ്യരിൽ ആശ്രയിച്ചതുകൊണ്ട് എന്തുപറ്റി? ദൈവം ആസായിക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുവാൻ ആഗ്രഹിച്ചിരുന്ന സിറിയ അവന്റെ കയ്യിൽ നിന്ന് പോയി. അല്ലേ? ഒരു പക്ഷെങ്കിൽ എന്നല്ല, ഈ വചനം നമ്മെ ഓർമ്മിക്കുന്നു, പണ്ടത്തെ പോലെ
ദൈവത്തിൽ ആശ്രയിച്ചുറച്ച് ആസ ദൈവസന്നിധിയിൽ നിന്നിരുന്നെങ്കിൽ തന്റെ അയൽ രാജ്യമായ തന്നെക്കാട്ടിൽ വളരെ പ്രബലനായ സിറിയയെ പോലും യഹൂദായ്ക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആ ഉദ്ദേശം അവൻ അതിൽ നിന്നാണ് വീണുപോയത്. പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തിൽ ആശ്രയിക്കാതെ പോകുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി ദൈവം വെച്ചിരുന്ന എന്തെല്ലാം നന്മകളാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കിപ്പോൾ കൺമുൻപിൽ കണ്ട നന്മകളുടെ നഷ്ടങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ഇതിനപ്പുറത്ത് അതിനും വലിയ ഒരനുഗ്രഹമാ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം വെച്ചിരുന്നത്. അതിനെയൊക്കെ ദൈവം വെട്ടിക്കളഞ്ഞു. എന്തുകൊണ്ടാണ്? ഞാനും നിങ്ങളും പണ്ടത്തെ പോലെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ഭക്തിയോടെ നിന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം നന്മകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതെന്നുള്ളത് ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ച് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരു ആലോചന കൂടെയാണിത്. പണ്ടത്തെ പോലെ വിശുദ്ധിയിലും വേർപാടിലും നിൽക്കാഞ്ഞത് കൊണ്ട്, പണ്ടത്തെ പോലെ ദൈവത്തിൽ ആശ്രയിക്കാതെ സ്തോത്രം ധനത്തിലും സമ്പത്തിലും ആശ്രയിച്ചത് കൊണ്ട്, ദൈവം നൽകാമെന്ന് പറഞ്ഞ ജാതികളെ ദൈവം നൽകാതെ പോയെങ്കിൽ പണ്ടത്തെ പോലെ എന്തുകൊണ്ട് പ്രവർത്തികൾ നടക്കുന്നില്ല എന്നാണ്. ഞാനും നിങ്ങളും ദൈവത്തോട് പരിതപിക്കുകയല്ല വേണ്ടത്. എന്റെയും നിന്റെയും വീഴ്ച കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങി വരികയാണ് വേണ്ടത്. We are responsible if a sinner is not confessing and coming to the church. ആമേൻ. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി ദൈവസഭയിൽ വരുന്നില്ലെങ്കിൽ ഉത്തരവാദി ദൈവമല്ല, ഉത്തരവാദി ദൈവമക്കളാണ്, ഞാനും നിങ്ങളുമാണ് എന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക. പിന്നീട് സ്തോത്രം അവന്റെ വാഴ്ചയിൽ എന്തുണ്ടായി? യുദ്ധങ്ങൾ ഉണ്ടായെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. 36 വർഷം യുദ്ധമില്ലാതെ അനുഗ്രഹിക്കപ്പെട്ട സ്വസ്ഥമായ ഒരു ഭരണം നടത്തിയ ആസ 36-ാം വർഷത്തിൽ തന്റെ ജീവിതത്തിൽ എടുത്ത ഒരു തെറ്റായ തീരുമാനത്തിന്റെ പേരിൽ തന്റെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് യുദ്ധങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു പ്രതിസന്ധിക്ക് പുറകെ മറ്റൊരു പ്രതിസന്ധി കൊണ്ട് ഞാനും നിങ്ങളും പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അത് വരുത്തുന്ന ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഞാനും നിങ്ങളും തെറ്റിപ്പോയത് കൊണ്ടാണ്, എന്റെയും ആശ്രയബോധം ദൈവത്തിൽ നിന്ന് മാറിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇന്ന് തിരിച്ചറിയുക. 16:10 ഹല്ലേലൂയ ആമേൻ. ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് നല്ല ഭക്തനായ ആസായുടെ ജീവിതത്തിൽ വന്ന ഒരു മാറ്റം കൂടെ ഒന്ന് ശ്രദ്ധിച്ച്, ദൈവത്തിൽ ആശ്രയിക്കാതെ പിന്മാറിപ്പോയ ഒരു ഭക്തന്റെ ജീവിതത്തിൽ വന്ന ആ ദുർഘടങ്ങളിലൂടെ തിരിച്ചറിയുന്നത് നല്ലതാണ്. അതിന്റെ 10-ാം വാക്യപ്പോൾ ഇങ്ങനെയാ വായിക്കുന്നത്: ആസ ദർശകനോട് ക്രുദ്ധിച്ച് അവനെ കാരാഗൃഹത്തിലാക്കി. നോക്കുകയും ഇതിനു മുമ്പ് പ്രവാചകന്മാര് ദൂത് പറഞ്ഞപ്പോഴൊക്കെ അത് ഏറ്റെടുത്ത ഭക്തൻ ഇപ്പം ആരെങ്കിലും ദൂത് പറഞ്ഞാൽ അവരോട് പിണക്കാം. കാരണമെന്നാ? അവന്റെ കുറവായി ഇപ്പൊ പറഞ്ഞത്. ഇതുവരെ അവന്റെ കുറവ് ഓർപ്പിക്കുന്ന ഒരു പ്രവാചകനെ ദൈവം വിട്ടില്ലായിരുന്നു. കുറവ് ചെയ്തപ്പോൾ, ജീവിതത്തിൽ കുറവ് കണ്ടപ്പോൾ ദൈവം ആ കുറവ് ഓർപ്പിക്കാൻ ഒരു പ്രവാചകനെ വിട്ടെങ്കിൽ ഇപ്പോൾ ആ പ്രവാചകനെ പിടിച്ച് കാരാഗൃഹത്തിലിട്ടു. ഇത് തന്നെയാണ് പിന്മാറ്റക്കാരന്റെ ലക്ഷണം. പിന്മാറ്റക്കാരനോട് ദൂത് പറഞ്ഞാൽ പറഞ്ഞ പ്രവാചകൻ ബുദ്ധി കൊണ്ടാ പറഞ്ഞത്, അങ്ങേക്ക് ഒരു കൃപയും ഇല്ലാത്തവനാന്ന് പറഞ്ഞ് എത്രയോ പ്രവാചകന്മാരെ അധിക്ഷേപിച്ച ചരിത്രം എനിക്ക് നിനക്കുമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ ഓർക്കാൻ ദൈവാത്മാവ് ഈ ആലോചന ഓർപ്പിക്കുകയാണ്. മടങ്ങി വന്ന കൊള്ളാം. പറഞ്ഞു പറയിപ്പിച്ചെന്നും കൃപയില്ലാത്തവനെന്നുമൊക്കെ എത്ര പ്രവാചകന്മാർക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ടുണ്ടെന്ന് ഇന്ന് പകലൊന്ന്
ചിന്തിച്ച് ഓർമ്മയുടെ പുസ്തകമൊന്ന് തുറന്ന് മടങ്ങി വന്നാൽ നിന്നെ വീണ്ടും കൈക്കൊള്ളാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇപ്പൊ പ്രവാചകന്മാരോട് ദേഷ്യമാണ്, പിടിച്ച് ജയിലിൽ. പ്രവാചകന്മാരോട് മാത്രമാണോ ദേഷ്യം? ആമേൻ. ഹല്ലേലൂയ. ഈ കാര്യം നിമിത്തം അവനോട് ഉഗ്ര കോപം ഉണ്ടായിരുന്നു. കോപമായി ആരോട്? പ്രവാചകന്മാരോട്. ആ സമയത്ത് ആസ ജനത്തിൽ ചിലരെ പീഡിപ്പിച്ചു. നോക്കണേ, ഇപ്പോൾ പീഡ എങ്ങോട്ട് മാറി? ജനത്തിന് നേരെയുമായി. സ്തോത്രം. ആമേൻ. പ്രവാചകന് നേരെ മാത്രമല്ല ഇപ്പം ദേഷ്യവും വൈരാഗ്യവും. ഇപ്പൊ ദേഷ്യവും വൈരാഗ്യവും ജനത്തിന് നേരെയുമായി. താൻ ഭരിക്കുന്ന തന്റെ പ്രജകളോട് നേരെ ദേഷ്യമായി. അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഒരു ഭക്തന്റെ വീഴ്ച കണ്ടോ? എവിടെ നിന്നാ പോയത്? ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ജീവിതത്തിൽ വന്നപ്പോൾ അതിന്റെ പുറകെ വേറെ ഒരു പ്രവാചകനെ ദൈവം അയച്ചു. അപ്പൊ നിങ്ങൾ നോക്കും, ഇവിടെ ഞാൻ വായിച്ചിട്ട് വേറെ പ്രവാചകന്മാരെ ആരും കാണുന്നില്ലല്ലോ. പറയാം ആരാണ്. 12-ാം വാക്യം. ആസായിക്ക് തന്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. എന്നാൽ അവൻ തന്റെ ദീനത്തിൽ യഹോവയിലല്ല വൈദ്യന്മാരെ അത്ര അന്വേഷിച്ചത്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഈ രാവിലെ ഇത് ധ്യാനിച്ചപ്പോൾ, കർത്താവെ, ആ ഒരു ഭാഗം എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എടുത്തെഴുതിയത്? എടാ, ദീനം വരുന്നവന് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് ആർക്കും അറിയാം. അത് ലോകത്തിന്റെ നടപ്പാണ്. വൈദ്യന്മാരെ ദൈവം വെച്ചിരിക്കുന്നത് ദീനക്കാർക്ക് വേണ്ടിയാണ്. ദീനക്കാർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് വചനവും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന ദൈവവചനം ഇവിടെ എന്തുകൊണ്ടാണ് ആസായുടെ വിഷയം വന്നപ്പോൾ അവൻ യഹോവയിൽ ആശ്രയിക്കാതെ വൈദ്യന്മാരിൽ ആശ്രയിച്ചു? ആ ഭാഗത്തു നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു വിഷയം പറയാം. ഈ രോഗം മറ്റൊരു ദൈവ സന്ദർശനമായിരുന്നു. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൽ ആശ്രയിച്ച് മടങ്ങി വരുവാൻ ദൈവം കൊടുത്ത ഒരു രോഗമായിരുന്നത്. ഒരു ചാൻസ് കൂടെ ദൈവം കൊടുത്തു. ദൈവം അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാത്ത ദൈവമല്ല. എനിക്കും നിനക്കും ചാൻസ് തരാതെ വാതില് കൊട്ടിയടച്ച് എന്നേക്കുമായിട്ട് നരകത്തിൽ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല ദൈവം. അവിടെയും രോഗത്തിലൂടെ തന്നെ സന്ദർശിച്ച് ദൈവത്തിൽ ആശ്രയിക്കുമോ എന്നറിയാൻ ആസായിക്ക് ഒരവസരം കൂടെ കൊടുത്തു. പക്ഷെ ഇവിടെയും ആശ്രയിച്ചത് ദൈവത്തിലല്ല, മറിച്ച് ലോകവൈദ്യന്മാരില്ല. അതുകൊണ്ട് എന്തോ സംഭവിച്ചു അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആസ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. തന്റെ വാഴ്ചയുടെ 41-ാം ആണ്ടിൽ മരിച്ചു. 35 കൊല്ലം ഒരു പ്രയാസവുമില്ലാതെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭരണം യഹൂദയ്ക്ക് കാഴ്ചവെച്ച ആസ ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യരിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ വെറും 3 വർഷം കൊണ്ട് അവന്റെ ജീവിതം തീർന്നു. അല്ലേ? ആര് വരുത്തിയ കുഴപ്പമാണ്? ദൈവമാണോ ഇതിന് കാരണക്കാരൻ? ദൈവമാണോ ഇതിന് ഉത്തരവാദി? അല്ല. ആസായെ, നീ പണ്ടേ ദൈവത്തിൽ ആശ്രയിക്കുമായിരുന്നു. നീ പണ്ട് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീട് കരയുമായിരുന്നു. നീ പണ്ട് ഏത് വിഷയത്തിനും ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ നിനക്ക് അനുഗ്രഹങ്ങളും സമ്പത്തും ലഭിച്ചപ്പോൾ പണ്ടത്തെ പോലുള്ള ഒരു ആശ്രയബോധം ഇന്ന് ദൈവത്തിലില്ല. ഇപ്പോൾ നിന്റെ കഴിവിലും നിന്റെ ശക്തിയിലും നിന്റെ പണത്തിലും നിന്റെ സമ്പത്തിലും നീ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം നിന്നെ അകറ്റിക്കളഞ്ഞു. നീ ഉപേക്ഷിച്ച ദൈവത്തിന് നിന്നെയും വേണ്ട, ദൈവം നിന്നെയും ഉപേക്ഷിക്കുമെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, പ്രവാചകന്മാരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ദൈവജനത്തോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, കൂടെ ആരാധിക്കുന്ന ദൈവമക്കളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല.
നിനക്ക് കാര്യം തീർക്കേണ്ടത് ദൈവത്തോടാണ്. തെറ്റിപ്പോയത് ദൈവസന്നിധിയിൽ നിന്നാണ്. ഇന്ന് പകൽക്കാലം മടങ്ങി വരാൻ ഒരവസരം കൂടെ ദൈവം തരികയും മനസ്സുണ്ടോ മടങ്ങി വരും. അടുത്തൊരു പ്രവാചകനെ ദൈവം ഭവനത്തിൽ അയക്കുന്നതിന് മുമ്പ് ഈ ആലോചന കൈക്കൊണ്ട് ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ ഞാനും നിങ്ങളും ദൈവസഭയും മനസ്സു വെച്ചാൽ പിന്നെയും അനുഗ്രഹിച്ചു ദേശത്ത് വർദ്ധിപ്പിച്ചു നിർത്തുവാൻ ദൈവത്തിന് കഴിയുമെന്നും പണ്ടത്തെ പോലുള്ള സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരു കാലം നമുക്ക് തരാൻ ദൈവത്തിന് കഴിയുമെന്നും ദൈവാത്മാവ് ആസായുടെ ജീവിതത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ദാവീദ് വിളിച്ചു പറഞ്ഞു, ആമേൻ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇന്ന് പകൽക്കാലം നമ്മുടെ ആശ്രയം എവിടെയാണെന്ന് ഒന്നുകൂടെ ശോധന ചെയ്യും. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.